സമയത്ത് വന്നിരിക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വലിയവർക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവശബ്ദം അല്ലേ? നമ്മളിത് വായിച്ച സങ്കീർത്തനം ഏതാണ്? 29 എന്നാണ് പറയുന്നത്. ദൈവശബ്ദത്തെ കുറിച്ചാണ് അല്ലേ? ഹല്ലേലൂയ. 8ാമത്തെ വാക്യം, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളുടെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. 11ാമത്തെ വാക്യം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവശബ്ദം ചിലരുടെ ജീവിതത്തിൽ വരുത്തിയ ചേഞ്ചസ്, ദൈവശബ്ദത്തിന്റെ മഹത്വം, ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. 4-5 പോയിന്റുകളായി നമ്മൾ അതിനെ വിഭജിച്ച് ചിന്തിച്ചു. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നാം അവസാനമായി നിർത്തിയത് യാക്കോബ് കേട്ട ദൈവശബ്ദത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 28ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യം നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയായിരുന്നു. 13ാമത്തെ വാക്യത്തിലേക്ക് വന്നു നമ്മൾ നിന്നാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. 13ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. തുറന്ന സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പരാജയപ്പെട്ടവന് വേണ്ടി, അപമാനിക്കപ്പെട്ടവന് വേണ്ടി, പിന്തിരിഞ്ഞോടിയവന് വേണ്ടി, ഉപായിയായവന് വേണ്ടി, ഭവനത്തിൽ നിൽപ്പാൻ കഴിയാത്തതിന് വേണ്ടി ഹല്ലേലൂയ ഒരു ദൈവശബ്ദം ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. അവൻ സംസാരിക്കുന്നത് ഹല്ലേലൂയ പരാജയപ്പെട്ടവനോട്, തകർന്നവനോടാണ്, ഹല്ലേലൂയ ആരുമില്ലാത്തവനോടാണ്. ഒറ്റയ്ക്ക് ഒരു രാത്രിയിൽ കല്ല് തലയണയായി വെച്ച് എന്തു ചെയ്യണമെന്ന് അറിയാത്തവനോട് ഹല്ലേലൂയ യഹോവ ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നീ ഭാരപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നിനക്ക് ഭവനത്തിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം, എന്നാലും ഹല്ലേലൂയ നീ സേവിക്കുന്ന ദൈവം നിനക്കായി ഇറങ്ങി വന്നിരിക്കുന്നു. നിന്നെ അനുഗ്രഹിപ്പാൻ അവൻ ശക്തനാണ്. അപ്പോൾ മാറ്റുന്ന, വ്യത്യാസപ്പെടുത്തുന്ന ഒന്നാണ് ദൈവശബ്ദം എന്നാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. സുവിശേഷം 3ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിലേക്ക് വന്നു എന്നാണ് എന്റെ ചിന്ത. സുവിശേഷം 3ന്റെ 16-17. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. യാക്കോബ് ഒരു പരാജയപ്പെട്ട് ഓടുന്ന സ്ഥാനത്ത്, ആരുമില്ലാത്തവനായ സ്ഥാനത്ത്, ഉപായിയായിരുന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ പിന്മാറ്റക്കാരനെ പോലെ അല്ലെങ്കിൽ ഉപായിയായ അനുഭവത്തിലായിരുന്ന മനുഷ്യരോട് ഹല്ലേലൂയ പരാജയപ്പെട്ടവന് വേണ്ടി ദൈവശബ്ദം ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ കൽപ്പന അനുസരിച്ച് യോഹന്നാന്റെ കൈക്കീഴിൽ ഹല്ലേലൂയ ഇങ്ങനെ സകലവും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി ദൈവകൽപ്പന അനുസരിക്കുന്നവന് വേണ്ടിയും ദൈവശബ്ദം വെളിപ്പെടുവാനായി തീർന്നു. ഹല്ലേലൂയ. മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവന് വേണ്ടി ദൈവശബ്ദം, ഹല്ലേലൂയ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവന് വേണ്ടി ദൈവശബ്ദം, അതുപോലെ വചനത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടവന് വേണ്ടിയും ദൈവശബ്ദം. അത് കർത്താവിന് വേണ്ടിയാണ്. എന്ത് സംഭവിച്ചു? സ്വർഗ്ഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. ഒരു ശബ്ദം വെളിപ്പെടുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാം ചിന്തിച്ചുള്ള ഭാഗങ്ങളാണ് അല്ലേ? പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ സംഗമം നടക്കുന്ന പ്രത്യേക അനുഭവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പുത്രനായ ദൈവം ഹല്ലേലൂയ സ്വർഗ്ഗസിംഹാസനം വിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ ഇത് ദൈവത്താൽ സംഭവിച്ച സ്നാനമാണെന്ന് മനസ്സിലാക്കി, ദൈവമാണ് അവനെ അപ്പോയിന്റ് ചെയ്യുന്നത് മനസ്സിലാക്കി, ഇത് ദൈവനീതിയാണെന്ന് മനസ്സിലാക്കി, അവന്റെ കൈക്കീഴിലേക്ക് താണിറങ്ങി വന്ന് ഹല്ലേലൂയ പുത്രനായ ദൈവം സ്നാനപ്പെടുകയാണ്. സ്വർഗ്ഗം തുറന്ന് പിതാവായ ദൈവം സംസാരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അടങ്ങിയിരുന്നില്ല. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ത്രിയേക സാന്നിധ്യം ഹല്ലേലൂയ സ്വർഗ്ഗം തുറന്ന് വെളിപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. 9ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒരു മനുഷ്യൻ അവൻ പ്രയാണം ചെയ്യുകയാണ്. എന്തിനാണ് അവൻ പ്രയാണം ചെയ്യുന്നത്? ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിലിന് നേരെ അവൻ യാത്ര ചെയ്യുകയാണ്. യെരൂശലേമിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് വരാനിട്ട് ഹല്ലേലൂയ സ്തെഫാനോസിനെ കൊന്നതിലും പോലും തൃപ്തി വരാൻ കഴിയാതിരുന്നിട്ട് അവന്റെ വസ്ത്രം സൂക്ഷിച്ചിട്ട് ഹല്ലേലൂയ ഒന്നും അവന് തൃപ്തി വരാതെ ആയിരുന്നിട്ട് അധികാരമത്രവുമായി
ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് തന്നോടോ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. സ്വർഗം തുറന്ന് അത് യാക്കോബിന് വേണ്ടി വെളിപ്പെട്ട ശബ്ദം, സ്വർഗം തുറന്ന് കർത്താവിന് വേണ്ടി വെളിപ്പെട്ട ശബ്ദം, സ്വർഗം തുറന്ന് ഹല്ലേലൂയ. യേശു കർത്താവിന്റെ സ്നാനത്തിൽ പുത്രനായ ദൈവം വെള്ളത്തിൽ നിന്നപ്പോൾ സ്വർഗം തുറന്ന് സംസാരിച്ചത് പിതാവായ ദൈവമാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സൗലിന് വേണ്ടി സംസാരിച്ചത് പിതാവായ ദൈവമല്ല. ഹല്ലേലൂയ പുത്രനായ ദൈവം തന്റെ ശരീരത്തിൽ കഷ്ടത അനുഭവിച്ച് ഹല്ലേലൂയ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഹല്ലേലൂയ ദമസ്കോസിലേക്ക് ഓടുന്നതിന് വേണ്ടി പുത്രൻ സ്വർഗം തുറന്ന് സംസാരിക്കുന്നു. ശൗലേ നീ ഉപദ്രവിക്കുന്നത് ആരെയാണ്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഹിതമല്ല. ഹല്ലേലൂയ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കും. നീ ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന യേശു. ഒരു ശബ്ദം അവനെ യൂട്ടേൺ ചെയ്യിപ്പിക്കുകയാണ്. ഒരു ശബ്ദം അവനെ വ്യത്യാസപ്പെടുത്തുകയാണ്. ഒരു ശബ്ദം അവന്റെ നിയോഗത്തെ മാറ്റുകയാണ്. ഒരു ശബ്ദം അവന്റെ തീരുമാനങ്ങളെ ചേഞ്ചാക്കുകയാണ്. 2-3 ശബ്ദങ്ങളാണ് ഹല്ലേലൂയ പൗലോസ് കേൾക്കുന്നത്. ദേവീതിയുടെ തെരുവ്, യൂദയുടെ ഭവനം, ദേവീതിയുടെ തെരുവ്, യൂദയുടെ ഭവനം. മറ്റൊന്നും അവന് മനസ്സിലാകുന്നില്ല. അനന്യാസിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം കൊടുക്കുന്നു. ഹല്ലേലൂയ ശ്രദ്ധിക്കുക. ഒരു തലമുറയെ നശിപ്പിച്ച് ഒരു പട്ടണത്തെ തച്ചുടച്ചവൻ അടുത്ത പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ പിടിക്കുകയാണ്. ഹല്ലേലൂയ നീ ജാതികൾക്ക് വേണ്ടിയുള്ള പ്രവാചകനാണ്. ഹല്ലേലൂയ എന്റെ നാമനിമിത്തം നീ എന്തൊക്കെ കഷ്ടം സഹിക്കാനിരിക്കുന്നെന്ന് ഞാൻ നിന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ ഡയറക്ഷനെ മാറ്റുന്നതാണ് ദൈവശബ്ദം. നമ്മുടെ തീരുമാനങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നതാണ് ദൈവശബ്ദം. മുള്ളിന് നേരെ ഉദച്ചുകൊണ്ടാണ് ദൈവഹിതത്തിന് വിരോധമായാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ ടേൺ ചെയ്യിപ്പിക്കുന്നതാണ് ദൈവശബ്ദം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എവിടെയെല്ലാം സ്വർഗം തുറന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവ ശബ്ദം വെളിപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അല്പസമയങ്ങളുടെ മുമ്പിലുള്ളൂ. ഈ 5 മിനിറ്റിനകത്ത് ഈ കൂടാരത്തിന് മുകളിൽ സ്വർഗം തുറന്നാൽ നമുക്കും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. ദൈവശബ്ദത്തിന് മാത്രമേ വ്യക്തി ജീവിതത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. ദൈവശബ്ദത്തിന് മാത്രമേ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവശബ്ദത്തിന് മാത്രമേ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. മാറ്റം വരുത്തണമെങ്കിൽ മാനുഷികമായ ശബ്ദത്തിന് കഴിയത്തില്ല. മാറ്റം വരുത്തണമെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ, സഭയിൽ, കുടുംബങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത് ദൈവശബ്ദം മാത്രമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരാം. ഇതെല്ലാം വ്യക്തികളോട് ദൈവം സംസാരിച്ച ദൈവശബ്ദങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ദർശനത്തിൽ കൂടെ യോഹന്നാനോട് ദൈവം സംസാരിക്കും. വെളിപ്പാട് 4:1 അനന്തരം സ്വർഗ്ഗത്തിലേക്ക് വാതിൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നാം ഈ ഭൂമിയിൽ അഭിഷക്തന്മാരിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്നു. വായിക്കുന്ന വചനഭാഗങ്ങളിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ പാട്ടിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്നു. ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മരിച്ചു കഴിഞ്ഞ് യോഹന്നാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും. നമുക്ക് മരിച്ചു കഴിഞ്ഞാലും ഹല്ലേലൂയ നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ലോകത്തിൽ വലിയവനായി തീർന്നു പോകാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മരണത്തിന്റെ അകത്തു നിന്നും ഹല്ലേലൂയ നമ്മുടെ ആത്മാവിനെ ഉയരത്തിലുള്ളത് കാണിക്കുവാൻ, സ്വർഗത്തിലുള്ളത് കാണിക്കുവാൻ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് സംസാരിച്ചതുപോലെ നമ്മുടെ മരണശേഷവും നമ്മുടെ അകത്തെ ആത്മാവിനോട് സംസാരിക്കുന്ന, നമ്മുടെ മർത്യ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ വിളിക്കുന്ന ഒരു ദൈവം ആഗ്രഹമുണ്ടോ? Praise the Lord. Hallelujah. ഈ ലോകത്തിൽ ഉള്ളത് അനുഭവിച്ച് തീരുവാനല്ല, ഈ ലോകത്തിന്റെ നന്മ ആസ്വദിച്ച് ഹല്ലേലൂയ ജീവിതം നഷ്ടപ്പെടുത്തുവാനല്ല. Praise the Lord. അതിനപ്പുറമായ ഒരു ലോകത്തിന് വേണ്ടി, അതിനപ്പുറമായ ഒരു നിത്യജീവന് വേണ്ടി നമ്മുടെ ആത്മാവിന് ഇവിടെ കയറി വരിക. Praise the Lord. ആരും കാണാത്ത കാഴ്ചകൾ, എന്റെ പിതാവിന്റെ വാസസ്ഥലങ്ങൾ, ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ
വചനത്തിന്റെ മാധുര്യത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യോഹന്നാനെ വിളിച്ചതുപോലെ മരണശേഷം കർത്താവ് നമ്മെ വിളിക്കും. ഇവിടെ കയറുക. വേറെ ശബ്ദമുണ്ട് അല്ലേ? ഹല്ലേലൂയ. നരകത്തിലേക്ക് വിടുന്ന ഒരു ശബ്ദമുണ്ട്. അത് ഞാൻ എന്നെ അറിയുന്നില്ല എന്നൊരു ശബ്ദവും കേൾക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ. രണ്ട് ശബ്ദം കേൾക്കാൻ സാധ്യമുണ്ട് അല്ലേ? ഹല്ലേലൂയ. കർത്താവിന്റെ മടങ്ങി വരവ് നമ്മുടെ മരണത്തിന് മുമ്പിലാണെങ്കിൽ കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരപ്പെടുവാനിടയാകും. അപ്പോൾ നമ്മൾ ശബ്ദം കേൾക്കും. അതെല്ലാം നാം മരിച്ചു കഴിഞ്ഞാണ് എങ്കിലും നാം രണ്ട് ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. തീപ്പൊയ്യിലേക്ക് പോയിക്കൊള്ളുക, ഹല്ലേലൂയ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കയറി വരിക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ചെയ്ത് കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് 1:16 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാത്തോടെ വായിച്ച് നാം ആരാധിക്കുവാൻ പോകുകയാണ്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള, കണ്ടോ, ഇരുവായ്ത്തലയുള്ള വാൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനത്തിന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കും. എന്താണ് ഇരുവായ്ത്തലയുള്ള വാൾ എഴുതിയിരിക്കുന്നത്? എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ ശബ്ദത്തിന്റെ പ്രത്യേകത? എന്തിനാണ് ഇതിന് രണ്ട് വായ്ത്തലകൾ? ഹല്ലേലൂയ. രണ്ട് വായ്ത്തലകൾ ശ്രദ്ധിക്കുക. ഒന്ന് ശിക്ഷിക്കാനും ഒന്ന് രക്ഷിക്കാനും ഉള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ഹല്ലേലൂയ. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 95:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ്സാനാടിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിശുദ്ധന്മാരിൽ കൂടെ വചനം വായിക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുന്നത് ദൈവശബ്ദമാണെങ്കിൽ, കേൾക്കുന്നതിനെ രൂപാന്തരപ്പെടുത്താനുള്ള ആലോചനയാണെങ്കിൽ, നിന്നെ വ്യത്യാസപ്പെടുത്താനുള്ള ആലോചനയാണെങ്കിൽ, ദൈവം നിന്നോട് സംവദിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ മാറ്റാൻ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നീ അതിന് കീഴ്പ്പെടണം. ഹൃദയത്തെ കഠിനമാക്കരുത്. ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടവരാണ്. ഫറവോന്റെ അടിമത്തത്തിൽ പുറപ്പെട്ടവരാണെങ്കിലും അവർ പിന്നത്തേതിലൂടെ ഹൃദയത്തെ കഠിനമാക്കി. എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ ഞാൻ വിശദമാക്കുന്നതിന്റെ സമയം മുഴുവനില്ലല്ലോ. എബ്രായർക്കെഴുതിയ ലേഖനം 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. വേഗത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 3 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കാൻ. അപ്പോൾ ഹല്ലേലൂയ, വിശ്വസിച്ച നീ, സ്നാനപ്പെട്ട നീ, അഭിഷേകം പ്രാപിച്ച നീ ത്യജിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവത്തെ ത്യജിച്ചു? സഹോദരന്മാരെ, സഹോദരന്മാർക്കുള്ളതല്ല, സഭയ്ക്കകത്തുള്ള സഹോദരന്മാർക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സഭയിലുള്ള വിശ്വാസികൾക്കുള്ള അപ്പോസ്തലനാണ്. വിശ്വസിച്ചത്, സ്നാനപ്പെട്ടത്, അഭിഷേകം പ്രാപിച്ചത്, ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ സാധ്യതയുണ്ട്. ആരാധനയ്ക്ക് വരുന്നുണ്ടെങ്കിലും ജീവനുള്ള ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ മറക്കുന്നത്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നാം അറിയാതെ നമ്മുടെ ഹൃദയം അവിശ്വാസം കൊണ്ട് നിറയാൻ സാധ്യതയുണ്ട്. നാം അറിയാതെ നാം ദുഷ്ട ഹൃദയത്തിന് അടിമയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം ഞാൻ 2002 സ്നാനപ്പെട്ടതാണ്, ഞാൻ 2002 അഭിഷേകം പ്രാപിച്ചതാണ്, ഞാൻ 2002 രക്ഷിക്കപ്പെട്ടതാണ്, എന്റെ കാര്യമാണ്, ഞാൻ 2002 രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ഇന്നെന്ന് പറയുന്ന ഇന്നത്തെ ദിവസവും നാം മാനസാന്തരപ്പെടുന്നു. ഇന്നത്തെ ദിവസവും ഹൃദയം കഠിനമാക്കരുത്. ഇന്നത്തെ ദിവസവും ദുഷ്ടഹൃദയം അകത്ത് പ്രവേശിപ്പാൻ ഇടയാകരുത്. ഇന്നത്തെ ദിവസവും അവിശ്വാസം ഉണ്ടാകാതെ ഇന്നെന്ന് പറയുന്നിടത്തോളം അതുകൊണ്ട് അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം ബലപ്പെടുത്തണം, അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം പിശാച് നിന്റെ ഹൃദയത്തിനകത്ത് അവിശ്വാസം കൊണ്ടുവന്ന് നിന്റെ ഹൃദയത്തെ കഠിനമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും നീ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നിന്നെ തന്നെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആദ്യ വിശ്വാസം
2002 ഞാൻ രക്ഷിക്കപ്പെട്ടതാ. പക്ഷെ കർത്താവ് വരുമ്പോൾ ഞാൻ പോകുന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ദൈവത്തോട് ചേർന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നവരാണ്. കർത്താവ് വരുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ ദൈവകൃപയിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ തടപ്പെടുവാൻ. അതുകൊണ്ടാണ് അവസാനത്തോളം മുറുകെ പിടിക്കണം, അവസാനത്തോളം. അങ്ങനെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കാളികളായിട്ട് ദിവസത്തിൽ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സമയം സ്തോത്ര വഴിപാടുകൂടെ എടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കേട്ടവനെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെട്ടു പോകരുത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കുണ്ടാകരുത്. 1-2 കാര്യങ്ങൾ നമ്മൾ രാത്രി കേട്ടുപോലോ. ഹല്ലേലൂയ. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടരുത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പണ്ട് കാലത്ത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഇന്നലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടോ ഇരുന്നവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഓരോ ദിവസവും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അനേക വിശുദ്ധന്മാരെ വീഴ്ച കളഞ്ഞ ഹല്ലേലൂയ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അനേക സഭകളെ മുടിച്ചു കളഞ്ഞ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരസ്പരം ബലപ്പെടുത്തുവാൻ, അഭിഷേകത്തിൽ നിറയുവാൻ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചേൽപ്പിക്കപ്പെടാം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരുവിൽ ഹല്ലേലൂയ അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ഹല്ലേലൂയ ക്രിസ്തുവിന് നാം പങ്കാളികളായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് വാഗ്ദാനം